മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു വഫാത്തായിട്ട് പോകുമ്പോൾ അവിടുത്തെ ചമ്മട്ടി ഒരു യഹൂദന്റെ കയ്യിൽ വായ്പയാണ്. അത് മറക്കരുത്. മതമൈത്രി വരുമ്പോൾ ചിലവരെ വിചാരം എന്താ പുതിയ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ഇത് ഇസ്ലാമാണ്, മനുഷ്യ ഐക്യമാണ്, സമുദായ സൗഹാർദ്ദമാണ്. അതാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകാൻ പോകുമ്പോ അവിടുത്തെ ചമ്മട്ടി ഒരു യഹൂദന്റെ കയ്യിൽ വായ്പയാണ്. എന്ന് രണ്ട് പാഠം പഠിക്കണം. ഒന്ന്, നബി അപ്പോഴും മിസ്കീനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനാ. അല്ലാഹുവേ, എന്നെ ഒരു പാവപ്പെട്ടവനായിട്ട് ജീവിപ്പിക്കുകയും ഒരു അഗതിയായിട്ട് തന്നെ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വഫാത്ത് വേളയിലും മിസ്കീനാക്കിയത് കൊണ്ടാണ് ചെമ്മട്ടി വായ്പ കൊടുക്കാൻ പോയത്. അതാണ് ഒന്നാമത് പഠിക്കേണ്ട പാഠം. രണ്ടാമത് പഠിക്കേണ്ട പാഠം, മനുഷ്യബന്ധങ്ങൾ മറ്റു മതസ്ഥരുമായി കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ അവസാന നിമിഷം വരെ പുണ്യനബി തിളങ്ങി നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്ത് മുസ്ലിങ്ങളില്ലായിരുന്നോ യഹൂദന്റെ കയ്യിൽ വായ്പ കൊടുക്കാൻ? യഹൂദിയാകട്ടെ മദീനത്ത് നബിയെയും ഇസ്ലാമിനെയും അങ്ങേയറ്റം ദ്രോഹിച്ചവരാണ്. അപ്പൊ മനുഷ്യബന്ധങ്ങൾ, പരസ്പര ബന്ധങ്ങൾ അത് എല്ലാവരോടും വ്യാപിപ്പിക്കണമെന്ന ഈ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠം, ആ പാഠമാണ് നമ്മൾ പകർത്തേണ്ടത്. അതേ ഉള്ളൂ രക്ഷ. അല്ലാഹു തആല എവിടെയും വിഷമിക്കുന്ന സമുദായത്തിന് ആലംബം കൊടുക്കട്ടെ. എവിടെയും, ഏത് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും മർദ്ദിക്കപ്പെടുന്ന, കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹുവേ മോചനം നൽകണേ അല്ലാഹ്. നമ്മൾ ദുആയിക്കുക. ദുആയേക്കാൾ വലിയ ശക്തമായിട്ടുള്ള സംഭവം എന്താണ്? ഇനിയിപ്പോ റമളാൻ വരാൻ പോണ്, തറാവീഹ് വരാൻ പോണ്, ഖുനൂത്ത് നടക്കും മസ്ജിദുൽ ഹറമില്. രണ്ട് ഹറമുകളിലും പൊട്ടി കരഞ്ഞിട്ടല്ലേ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഇമാം ദുആ ചെയ്യാൻ പോണത്. ഇൻഷാ അല്ലാഹ് ദുആ ഏറ്റവും ശക്തമാണ്. ഇതിനൊരു മറുപടി ഉണ്ടാവും. ആ മറുപടിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ ദജ്ജാലിന്റെ ആഗമനത്തെ കുറിച്ചുള്ള ചർച്ചയിലൂടെ ഉദ്ദേശിച്ചത്. ലോകം അങ്ങനെയൊന്നും ആവൂല, ഇതിനൊക്കെ മാറ്റം വരും. അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള മറുപടി അതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും മൈത്രിയെക്കുറിച്ച് ഓർക്കുക, സമാധാനപരമായ ജീവിതത്തെക്കുറിച്ച് ഓർക്കുക, ലോകത്ത് നന്മ പരത്തുന്നതായ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് ഓർക്കുക, സഹോദര സമുദായങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം. ഇവിടെ വന്നു നിൽക്കുമ്പോൾ ഓരോ സെക്കൻഡും അതിനെക്കുറിച്ച് ഓർക്കുക. കുടുംബത്തെ മറക്കാതിരിക്കുക, കുട്ടികളെ മറക്കാതിരിക്കുക, നാട് മറക്കാതിരിക്കുക. ഇന്ന് ഗൾഫിലുള്ള ആളുകളുടെ പലരുടെയും സ്ഥിതി വളരെ ശോചനീയമാണ്. ഈ കവാടങ്ങൾ കാലാകാലവും ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. എല്ലാ കാലവും ഗൾഫുണ്ടാവോ? വളരെ ആപൽക്കരമാണ്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടിരിക്കണം, ശമ്പളം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കണം. ഇതിനിടയിലെ കുറിച്ച് നമ്മൾ നമ്മുടെ സാഹചര്യത്തെക്കുറിച്ചും ഓർക്കുക. വളരെയേറെ അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് വിനയം കാണിച്ചിട്ട് ജീവിക്കേണ്ട കാലഘട്ടമാണ്. അള്ളാഹു തുറന്നു തന്ന ഒരു കവാടമല്ലയോ ഇത്? അള്ളാഹു തുറന്നു തന്ന ഒരു വാതിലല്ലയോ ഇത്? അള്ളാഹു തുറന്നു തന്ന മനോഹരമായ ഒരു കവാടമല്ലയോ ഇത്? നാട്ടിലെ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം, നാട്ടിലെ പട്ടിണി കിടന്നോരെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം, അത് നല്ലതായ സൗകര്യത്തോടെ അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. എല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. നമ്മളത് മോശമായിട്ട് ഉപയോഗിക്കരുത്. ഈ നിഅമത്തിനെ ഒരിക്കലും നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കരുത്. നമ്മളാകാനും നോക്കുക. നമ്മളായാൽ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. നമ്മളാകുന്നില്ല എന്നുള്ളതാണ് നമ്മളെ തകരാറ്. യാത്രയിലൊക്കെ ഈ ഗൾഫിൽ നിന്ന് മടങ്ങുന്ന സഹോദരന്മാര്, ഗൾഫിലേക്ക് വരുന്നവർ പല ചൂഷണത്തിനും വിധേയരാകുന്നു. ഞാൻ ഇടയ്ക്ക് കയറി വേറൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളെ മുഖ്യ വിഷയത്തിന്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞോട്ടെ. അതിന് പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഈ ജിദ്ദയിലെ ഈ പടുകൂറ്റൻ ഹാളിൽ തടിച്ചുകൂടിയ ഈ ആയിരക്കണക്കിന് വരുന്ന എന്റെ സഹോദരന്മാരോട് പറയുന്നു, വിനയസമേതം പറയുന്നു, നമ്മളാവുക. ഒരിക്കൽ ബോംബെ വിമാനത്താവളത്തിൽ നിന്ന് ഒരാളിനോട് പറഞ്ഞു, നമ്മളെ ഗൾഫിൽ നിന്ന് മടങ്ങുന്ന ഒരു സഹോദരനാണ്, അയാളിനോട് കൈക്കൂലി വാങ്ങിയിരുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം, ആരായി കൈക്കൂലി വാങ്ങിയതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്.
ഞാൻ ആളെയും കൂട്ടിപ്പോയപ്പോ ഗൾഫിൽ നിന്ന് മടങ്ങുന്ന ആളാ. നോക്കുമ്പോ ആരാളെന്നറിയോ? ലിഫ്റ്റ് ഓപ്പറേറ്ററാ. ലിഫ്റ്റിലേ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിക്കൊണ്ടോണ ആള്. അപ്പൊ ഞാൻ ചങ്ങായി എനിക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർക്ക് കായ് വെച്ചാൽ കൊടുക്കണ, ഇത് കൊടുത്തിട്ടില്ലേ ലിഫ്റ്റ്. അപ്പൊ നമ്മളായാൽ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഈ ഇടങ്ങറായുള്ള ഈ നിപ്പ് കണ്ടപ്പോ ലിഫ്റ്റ് ഓപ്പറേറ്ററും തോന്നിക്കാണണം ഇവനൊന്ന് തൽക്കാലം വെച്ച് കളയാന്ന്. അതാണല്ലോ നമ്മൾ ആ ഒരു നിപ്പുണ്ടല്ലോ, വല്ലാത്തൊരു ഇടങ്ങറായിട്ടുള്ള നിപ്പാണ്. 2-3 പെട്ടി അപ്പുറത്ത്, അവസാനം കയ്യിൽ കുറെ കീസ്, പിന്നെ ഒരു നിഡോ ടിന്നും. അത് ഒടുക്കത്തെ സാധനം, അത് കണ്ടാ പിന്നെ ആലോചിക്കണ്ട എവിടുന്ന വരുന്നത്. നല്ല സാധനം കേട്ടോ, നമ്മളതിനെപ്പറ്റി മോശമായിട്ട് വരയ്ക്കണ്ട. ഇത്ര നല്ല പാൽപ്പൊടി ലോകത്ത് എവിടെയും കിട്ടൂല. ഒന്നാന്തരം പാൽപ്പൊടിയാണ്. അതുകൊണ്ട് പോകുമ്പോൾ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നിങ്ങളിഞ്ഞും വാങ്ങിക്കോളി. ഞാൻ എതിർപ്പുണ്ടായിട്ട് പറഞ്ഞതല്ല. അത് കണ്ടപ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർക്ക് വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മളാവുക, നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് ബോധം ഉണ്ടാവുക. KMCC പോലുള്ള സംഘടനകൾ ക്ലാസ് സംഘടിപ്പിക്കണം. ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർക്ക് നല്ല എംപവർമെന്റ് കൊടുക്കണം. അവരെ അഭിമാനികളാക്കി തീർക്കണം. നമ്മളാവണം. നമ്മൾ ശക്തന്മാരാകണം. നമ്മൾ വെള്ളത്തുള്ളികളാണെങ്കിൽ ഏത് പക്ഷിയും നമ്മെ കൊത്തിയെടുക്കും. നമ്മൾ രത്നങ്ങളാവണം. രത്നമായാൽ അത് ബ്യൂട്ടിഫുൾ, മനോഹരമാണ്, പവർഫുൾ, ശക്തമാണ്, എക്സ്യൂബറന്റ്, സ്വയം പ്രകാശിക്കുന്നതാണ്. ഈ 3 ഗുണങ്ങളും തികഞ്ഞാൽ ഒരു പക്ഷിക്കും നമ്മൾ കൊത്തിയെടുക്കാൻ സാധിക്കില്ല. അഥവാ കൊത്തിയെടുത്താൽ പക്ഷി ചത്തുപോകും. വെള്ളം കൊക്കിനകത്താക്കുന്ന പോലെ പക്ഷിക്ക് രത്നത്തെ കൊത്തിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ നമ്മളാവണം. കുറെയൊക്കെ നമ്മൾ ശരിയാവണം. നമ്മൾ പ്രാക്ടീസ് ആവണം. നമ്മൾ വിമാനത്താവളത്തിന്റെ ചെക്കിൻ കൗണ്ടറിൽ പോയിട്ട് കൺഫേംഡ് ടിക്കറ്റ് കൊണ്ട് നിന്നിട്ട് സീറ്റില്ല എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോരുന്ന കഴുതയാകരുത്. നമ്മൾ ചോദിക്കണം, ഞാൻ പൈസ അടച്ച ആളാണ്, ഞാൻ പാസഞ്ചറാണ്, ഞാൻ കസ്റ്റമറാണ്, എനിക്ക് അവകാശമുണ്ട്, പറ എന്തുകൊണ്ട് എനിക്ക് ടിക്കറ്റില്ല, എനിക്ക് സീറ്റില്ല, ഞാൻ കാശ് അടച്ചിട്ട് എന്റെ കൺഫേംഡ് ടിക്കറ്റാണ്. പിന്നെ ടിക്കറ്റ് കൺഫേം എന്ന് എഴുതി തന്നിട്ട് കമ്പ്യൂട്ടറിൽ കൺഫേം ആക്കാതെ ചിലർ ചെയ്യുന്നുണ്ട്. അതിനവിടെ പോയി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവിടെ ചോദിക്കേണ്ടതാണ്. ഓരോന്നിനും ചോദിക്കേണ്ട സ്ഥലമുണ്ട്. അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. ഞാൻ ഇല്ല എന്ന് പറയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ടിക്കറ്റൊക്കെ കൺഫേംഡ് ആയിരിക്കും. കമ്പ്യൂട്ടറിലും സിസ്റ്റത്തിലൊന്നും ആളെ പേരുണ്ടാവില്ല, ഒരു കൺഫേംഡ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഈ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് നമ്മളെ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്താൻ നമുക്ക് സാധിക്കും. കഷ്ടപ്പെട്ടിരുന്ന സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട്, ജീവിതത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട്, മൈത്രിക്ക് വേണ്ടി, ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സാഹോദര്യത്തിന് വേണ്ടി ഈ ഗൾഫിലിരുന്നു കൊണ്ടും പ്രയത്നിച്ചുകൊണ്ട് രാജ്യസേവനത്തിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കണം. ഇന്ത്യ മഹത്തരമായ രാജ്യമാണ്. ഇന്ത്യ ഉന്നതമായ രാജ്യമാണ്. ഇന്ത്യ ഒരിക്കലും കേടാകില്ല. ഇന്ത്യയിലെ ആളുകൾ പഴച്ചേക്കാം, പക്ഷെ ഇന്ത്യ പഴക്കില്ല. ഇന്ത്യയിലെ ആളുകൾക്ക് തെറ്റുപറ്റിയേക്കാം, ഇന്ത്യക്ക് തെറ്റുപറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ ഉദാത്തമായ രാജ്യമാണ്, ഉന്നതമായ രാജ്യമാണ്, പാരമ്പര്യമുള്ള രാജ്യമാണ്. ഇന്ത്യക്ക് മതേതരമാകാനേ സാധിക്കൂ, ഇന്ത്യക്ക് വർഗീയമാകാൻ സാധിക്കില്ല. ഇന്ത്യയിൽ ആരെങ്കിലും വർഗീയമായി മാറിയേക്കാം, പക്ഷെ ഇന്ത്യ രാജ്യം ഒരിക്കലും വർഗീയമായി തീരുകയില്ല. ആ രാജ്യത്താണ് നമ്മൾ പാർക്കണം. ആ രാജ്യത്തിന്റെ പ്രതിനിധികളാണ് നമ്മൾ. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമുക്ക് അഭിമാനമുണ്ടായിരിക്കണം. ഉന്നതമായ അഭിമാനം നമുക്കുണ്ടായിരിക്കണം. ഈ അറബ് നേതാക്കന്മാരും നമ്മുടെ രാജ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് അഭിമാനം കൊള്ളാൻ സാധിക്കണം. അൽ ബറൂണി എന്ന് പറയുന്ന അറബ് പണ്ഡിതൻ ഉത്തരേന്ത്യയിലെത്തിയിട്ട് സംസ്കൃതം പഠിക്കാൻ ശ്രമിച്ചു. സംസ്കൃതം പഠിക്കാൻ വേണ്ടി ചെന്നപ്പോൾ സംസ്കൃത പണ്ഡിതൻ പറഞ്ഞു, പഠിപ്പിച്ചു തരൂല എന്ന് പറഞ്ഞു. അദ്ദേഹം വിദേശിയായതുകൊണ്ട്, വേറെ ഒരു മതസ്ഥനായതുകൊണ്ട് അന്നത്തെ ആചാരപ്രകാരം പഠിപ്പിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞു, സാധ്യമല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ശിരോമുണ്ഡനം ചെയ്തു എന്നാണ്. തലമുടി വടിച്ചു മുണ്ഡനം ചെയ്തിട്ട് വീണ്ടും അൽ ബറൂണി പോയി. ഇനി പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ വരിക, ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെയാണ് അൽ ബറൂണി കിതാബുൽ ഹിന്ദ് എന്ന പുസ്തകം എഴുതുന്നത്. ഇതൊക്കെ ഇന്ത്യയുടെ ചരിത്രമാണ്, അറേബ്യയുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ ഏറ്റവും പുതിയ കണ്ണികളോടാണ് ഈ വിനീതൻ സംസാരിക്കുന്നത്. ഞാൻ വളരെയേറെ ഭയപ്പെട്ടുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഓരോരുത്തരും വളരെ പ്രധാനപ്പെട്ടവരാണ്. കഷ്ടപ്പെട്ട ജീവിതത്തിൽ നിന്ന് വന്നവരാണ്. നമ്മളൊക്കെ അങ്ങനെ വന്നവരാണ്. നമ്മളൊക്കെ പച്ച വെച്ച് തുടങ്ങിയത് ഇങ്ങനെയാണ്. നമ്മളൊക്കെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെയോ മറുകര പറ്റിയത് കൊണ്ടാണ് നമുക്കൊരു ജീവിതം ഉണ്ടായത്. എന്റെ ജ്യേഷ്ഠൻ ഗൾഫ് പോയിട്ടാ, എന്റെ അമ്മാമൻ ഗൾഫ് പോയിട്ടാ ആദ്യമായിട്ട് ഞാൻ ഒരു പേന കൊണ്ട് എഴുതുന്നത് സ്കൂളിൽ. നല്ലൊരു പേന കൊണ്ട് എഴുതുന്നത്.
എന്റെ സ്വന്തം അനുഭവമാണ്. അതുകൊണ്ട് ഗൾഫ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പുറത്തല്ല, അത് വേറെയല്ല, നമ്മൾ തന്നെയാണ്. അത് വേറൊരു കൂട്ടരല്ല, നമ്മളാണ്. ചിലർക്ക് ഗൾഫുകാരെന്ന് പറഞ്ഞാൽ വേറൊരു കൂട്ടരാണ്. പക്ഷേ ഞാനിവിടെ വെച്ച് KMCC-യുടെ വേദിയിൽ വെച്ച് പറയട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഗൾഫുകാരെന്ന് പറയുന്നവർ പുറത്തല്ല, അത് മുസ്ലിം ലീഗ് കുടുംബത്തിന്റെ അകത്താണ്. അതാണ് ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഈ ഗൾഫ് സമൂഹത്തെ കണ്ടിട്ടുള്ള കാഴ്ചപ്പാടിലെ വ്യത്യാസം. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലുള്ള ഒരു വലിയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫുകാർ പുറത്തല്ല, തങ്ങളുടെ സ്വന്തം മക്കളെ പോലെ അനുജന്മാരെ പോലെ ആ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ പാർലമെന്റിലാട്ടെ പുറത്താട്ടെ ഗൾഫിലെ ഇഷ്യൂസിന് വേണ്ടിയിട്ട് നിലകൊള്ളുമ്പോൾ അത് എന്തെങ്കിലും ലോകമാന്യത്തിനോ ആളെ ബോധ്യപ്പെടുത്താനോ അല്ല, നമ്മുടെ ചോരയും നമ്മുടെ കൂടെയുള്ളവരാണ്, നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ജനങ്ങളുടെ അരിയുടെ പ്രശ്നമാണ്, നമ്മുടെ കുഞ്ഞുമക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്, നമ്മുടെ യതീം മക്കളുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെയാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം കേരളത്തിലെ ഗൾഫ് പ്രതിഭാസത്തെ എന്നും കണ്ടുപോന്നിട്ടുള്ളത് എന്ന് അല്പം പോലും വളച്ചുകെട്ടില്ലാതെ ഒന്നും അവകാശപ്പെടാൻ വേണ്ടിയിട്ടല്ല, ഞാൻ സത്യം പറയാൻ വേണ്ടിയിട്ട് പറയാണ്. ഏത് ഗൾഫുകാരെ ബാധിക്കുന്ന പ്രശ്നത്തിലും ആദ്യത്തിൽ മുമ്പിൽ നിൽക്കാൻ മുസ്ലിം ലീഗിനും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കും സാധിച്ചിട്ടുള്ളത് ഈ കാഴ്ചപ്പാട് കൊണ്ടാണ്. പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, കടന്നു വന്ന വഴികളെ മറക്കരുത്, കഷ്ടപ്പാടിന്റെ ദിവസങ്ങളെ മറക്കരുത്. നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് എന്നെ പോലുള്ളവർ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നാടിനെ സമ്പന്നമാക്കി, നിങ്ങൾ കഷ്ടപ്പാടിന് അറുത്തി വരുത്താൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം അധ്വാനം ചെയ്യുന്നവർ, നിങ്ങൾ കഷ്ടപ്പാടിനോട് മരുഭൂമിയിൽ ഏറ്റുമുട്ടുന്നവർ, നിങ്ങൾ മരുഭൂമിയിലെ ചൂടിനോട് മല്ലടിക്കുന്നവർ, നിങ്ങൾ നാടിനെ പച്ചപ്പിലേക്ക് നയിക്കാൻ, ക്ഷേമത്തിലേക്ക് നയിക്കാൻ വിദേശത്ത് പോയിട്ട് ചോരനീരാക്കിയിട്ട് അധ്വാനിക്കുന്നവർ, നിങ്ങൾ അങ്ങേയറ്റത്തെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും കിടക്കുമ്പോഴും സ്വന്തം നാടിനെയും പിറന്ന കുടുംബത്തെയും സമുദായത്തെയും ജനങ്ങളെയും മറന്നു കളയാത്തവർ, നിങ്ങൾ പാവപ്പെട്ടവരെ മറക്കാത്തവർ, നിങ്ങൾ റിലീഫ് നടത്തുന്നവർ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നവർ, നിങ്ങളോട് വന്നിട്ട് സത്യത്തിൽ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ വന്ന് പറയേണ്ടത് മാപ്പാണ്, ഒരു വട്ടമല്ല പലവട്ടം മാപ്പാണ്. നാട്ടിലൊരു സൗകര്യമില്ലാതെ പോയതിന്റെ പേരിൽ, നാട്ടിൽ വേണ്ട പോലെ ജോലി കൊടുക്കാനുള്ള സംവിധാനം നാട്ടിലെ സർക്കാരിനോ പൊതുഭരണ സ്ഥാപനങ്ങൾക്കോ ഇല്ലാതായതിന്റെ പേരിൽ വിദേശത്ത് പോയി കഷ്ടപ്പെടേണ്ടി വന്ന സഹോദരന്മാർ. പക്ഷേ ആ സഹോദരന്മാർ സ്വന്തം കഷ്ടപ്പാടുകളെയും വിഷമങ്ങളെയും കടന്നു വന്ന വഴി മറക്കരുത്, കടന്നു വന്ന വഴി മറക്കരുത്. ഇന്ന് സ്വന്തം മാതാവിനെയും പിതാവിനെയും കാണുന്ന ചില ഗൾഫുകാരെ ഓർമ്മിപ്പിക്കാൻ TV ചാനൽ വേണ്ടി വന്നിരിക്കുന്നു. TV ചാനലിലെ പ്രത്യേക പരിപാടിയാണ്. എന്റെ വാപ്പ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാൻ. ഒന്ന് ആലോചിച്ചു, എവിടെ എത്തിയെന്ന് ആലോചിച്ചു. 10 കൊല്ലായി ചങ്ങായിയെ പോയിട്ട്